മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ട രാഹുൽജിക്ക് എല്ലാ ഭാവങ്ങളും നേരുക. വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാനെന്നും ഏത് മണ്ഡലം ഒഴിയണമെന്ന കാര്യത്തിൽ ധർമ്മസങ്കടത്തിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് എടവണ്ണയിൽ UDF പ്രവർത്തകർ ഒരുക്കിയത്. ഭരണഘടന ഉയർത്തിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഭരണഘടന അഭിമാനമാണെന്നും അതിൽ തൊട്ടുകളിക്കരുതെന്നാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയതെന്നും രാഹുൽ പറഞ്ഞു. Thank you very much for your love and your affection, for your support and for all the energy that you gave me in this difficult period. And every single tradition, history is protected by the Constitution of India. That the Constitution is our voice. Do not touch the Constitution. So you can see that the people of India have spoken. And also notice that hatred has been defeated by love and affection. Arrogance has been defeated by humility. Unfortunately, like the Prime Minister, I am not guided by God. I am a human being. വയനാടോ റായ്ബറേലിയോ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ ധർമ്മസങ്കടത്തിലാണെന്ന് വ്യക്തമാക്കിയ രാഹുൽ 2 മണ്ഡലങ്ങളിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി. ധാർഷ്ട്യത്തെ വിനയം കൊണ്ടാണ് വോട്ടർമാർ തോൽപ്പിച്ചത്. BJP അയോധ്യയിൽ തോറ്റപ്പോൾ പ്രധാനമന്ത്രി കഷ്ടിച്ചാണ് ജയിച്ചു കയറിയത്. ഇന്ത്യയിൽ സമ്പൂർണ്ണ അധികാരമല്ല നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതിലുള്ള പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ച RJD LDFിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ലെന്നും ക്ഷണിച്ചുകൊണ്ടാണ് മുന്നണിയുടെ ഭാഗമായതെന്നും RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. UDFിൽ നിന്നും ക്ഷണം വന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം RJDക്ക് മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്നും പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാർ